നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യാനൊരുങ്ങുകയാണ് മേയർ മന്ദാനി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലെത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായി ന്യൂയോർക്ക് മേയർ സോഹ്റാൻ മന്ദാനി വ്യക്തമാക്കിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ നടക്കുന്ന യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. എന്നാൽ ഒരു നഗരത്തിലെ മേയർക്ക് വിദേശ ഭരണത്തലവനെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായ അധികാരമുണ്ടോ എന്നതിനെ ചൊല്ലി തർക്കങ്ങളും ഉയർന്നിട്ടുണ്ട്. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ മന്ദാനിക്കാകുമോ? നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ഫലസ്തീൻ അനുകൂല നിലപാടുകളും ഇസ്രായേൽ വിരുദ്ധ വിമർശനങ്ങളും ശക്തമായി മുന്നോട്ട് വെച്ച നേതാവാണ് സോഹ്റാൻ മന്ദാനി. താൻ അധികാരത്തിലെത്തിയാൽ നെതന്യാഹുവിനെ ന്യൂയോർക്ക് പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് അന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു മന്ദാനി. അധികാരമേറ്റ ശേഷവും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് പുതിയ പ്രസ്താവനകളിലൂടെ വ്യക്തമാകുന്നത്. നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ച മന്ദാനി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. ദി ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായ മന്ദാനി ഈ നിലപാട് ആവർത്തിച്ചത്. ഗസയിലെ ഇസ്രായേൽ സൈനിക നടപടികളിൽ യുദ്ധക്കുറ്റങ്ങളും മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും ചുമത്തിയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഗസയിൽ പട്ടിണി ഒരു യുദ്ധായുധമായി ഉപയോഗിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ICC നെതന്യാഹുവിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഇസ്രായേൽ ഈ ആരോപണങ്ങളെല്ലാം ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. ICCയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇസ്രായേലിന്റെ വാദം. ന്യൂയോർക്ക് സിറ്റിയിൽ നിയമം തനിക്ക് എന്തൊക്കെ അധികാരം നൽകുന്നുവോ അത് താൻ ചെയ്യുമെന്ന് മന്ദാനി പറയുന്നുണ്ട്. എന്നാൽ അതിനായി സ്വന്തമായി നിയമങ്ങൾ നിർമ്മിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ ന്യൂയോർക്ക് സിറ്റിയുടെ നിയമവകുപ്പുമായി ഈ വിഷയത്തിൽ സജീവമായ ചർച്ചകൾ നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമവിദഗ്ധർ മന്ദാനിയുടെ ഈ നീക്കത്തെ കേവലം രാഷ്ട്രീയ നാടകമായിട്ടാണ് വിലയിരുത്തുന്നത്. അമേരിക്ക ICC രൂപീകരണത്തിന് അടിസ്ഥാനമായ റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെച്ചിട്ടില്ലാത്തതിനാൽ അന്താരാഷ്ട്ര കോടതിയുടെ അധികാര പരിധിയെയോ വാറന്റുകളെയോ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല. മുൻപ് ജോ ബൈഡൻ ഭരണകൂടവും നിലവിലെ ട്രംപ് ഭരണകൂടവും ഇസ്രായേലിനെതിരെയുള്ള ICC നടപടികളെ ശക്തമായി അപലപിച്ചിട്ടുള്ളതാണ്. ഒരു നഗരത്തിലെ മേയർക്ക് വിദേശ ഭരണത്തലവനെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായി യാതൊരു അധികാരവുമില്ല എന്ന് കൊളംബിയ ലോ സ്കൂളിലെ പ്രൊഫസറായ മാത്യു വാക്സ്മാൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിദേശ നയങ്ങളും നയതന്ത്ര പ്രതിരോധാവകാശങ്ങളും പൂർണ്ണമായും US ഫെഡറൽ ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോക്കൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന അധികാരികളും മേയർക്ക് ഇതിന് അധികാരമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ UN-ന്റെ ആസ്ഥാനത്തിനുള്ളിൽ പ്രവേശിക്കുന്ന വിദേശ നേതാക്കൾക്ക് അന്താരാഷ്ട്ര കരാറുകൾ പ്രകാരം പ്രത്യേക സംരക്ഷണം ലഭിക്കാറുണ്ട്. എന്നാൽ UN പരിധിക്ക് പുറത്ത് ന്യൂയോർക്ക് നഗരത്തിലൂടെയുള്ള യാത്രക്കിടയിൽ ഈ പ്രതിരോധാവകാശം എങ്ങനെ ബാധകമാകുമെന്നത് സംബന്ധിച്ച് ചില തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. ന്യൂയോർക്ക് നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന യഹൂദ വിരുദ്ധത തടയുന്നതിൽ പരാജയപ്പെട്ട മേയർ ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് UN-ലെ ഇസ്രായേൽ അംബാസിഡറായ ഡാനി ഡാനോൻ കുറ്റപ്പെടുത്തി. നെതന്യാഹു അഭിമാനപൂർവ്വം ന്യൂയോർക്കിൽ എത്തുമെന്നും UN-ൽ സംസാരിക്കുമെന്നും വ്യക്തമാക്കിയ ഡാനോൻ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് മന്ദാനിയാണെന്നും പരിഹസിച്ചു. തന്റെ അറസ്റ്റ് ഭീഷണിയെ നെതന്യാഹുവും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. റേഡിയോ അഭിമുഖത്തിൽ സംസാരിച്ച നെതന്യാഹു തനിക്കിതിൽ യാതൊരു ആശങ്കയുമില്ലെന്ന് വ്യക്തമാക്കുകയും മന്ദാനി രഹസ്യമായി അമേരിക്കയെ വെറുക്കുന്ന ആളാണെന്നും ഹമാസിനെയാണ് പിന്തുണയ്ക്കുന്നതെന്നും ആരോപിച്ചു. UN-ലെ US അംബാസിഡർ മൈക്ക് വാൾസും മന്ദാനിയുടെ വാക്കുകളെ ശുദ്ധമായ രാഷ്ട്രീയ നാടകമെന്നാണ് വിശേഷിപ്പിച്ചത്. ലോകത്തെ ഏറ്റവും കൂടുതൽ യഹൂദ ജനസംഖ്യയുള്ള നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിൽ തന്റെ കടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾക്കിടയിലും മന്ദാനിക്ക് വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ നിലനിർത്താൻ കഴിയുന്നുണ്ട്. ഇത് രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സെപ്റ്റംബറിൽ നടക്കുന്ന UN പൊതുസമ്മേളനത്തിനായി നെതന്യാഹു ന്യൂയോർക്കിൽ എത്തുമ്പോൾ വിഷയം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെക്കുമെന്ന് ഉറപ്പാണ്.